നമസ്തേ. അമേ നാരായണ. 2024 സെപ്റ്റംബർ 5 എന്ന് കേൾക്കുമ്പോൾ തന്നെ സെപ്റ്റംബർ 5 എന്ന് കേൾക്കുമ്പോൾ അധ്യാപികയായ ഞാൻ ഓർക്കുക അധ്യാപക ദിനത്തെക്കുറിച്ചാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ സെപ്റ്റംബർ 5 ഒരു വലിയ പ്രാധാന്യമുണ്ട്. നമ്മളുടെ കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണത്തിൻ്റെ തുടക്കം സെപ്റ്റംബർ 5 അത്തം നക്ഷത്രത്തിൽ ആരംഭിക്കുകയാണ്. അതും തൃപ്പൂണിത്തറ എന്ന് പറയുന്ന രാജനഗരിയിലെ അത്തച്ചമയം വളരെ പ്രസിദ്ധമാണ്. ശ്രീ വിഷ്ണു ഭഗവാന്റെ പഞ്ചമ അവതാരം, 5ാമത്തെ അവതാരമായ വാമനമൂർത്തി ക്ഷേത്രമുള്ളത് തൃക്കാക്കരയിലാണ്. അവിടുത്തെ അത്തച്ചമയം വളരെ വിശേഷമാണ്. തൃപ്പൂണിത്തറയിലെ എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ അത്തച്ചമയത്തിൽ പങ്കെടുക്കാറുണ്ട്. അത്തം ഒരു ചമയം തന്നെയാണ്. രാജനഗരിയായിരുന്നു. അപ്പോൾ ഈ അത്തം മുതൽ 10 ദിവസമാണ് നമ്മുടെ ഓണം. അപ്പോൾ ആ ഓണത്തിൻ്റെ മുന്നോടിയായി നടത്തുന്ന ഈ അത്തം നാളിൽ എല്ലാവരും നല്ല കുളിച്ചൊരുങ്ങി നല്ല ശുഭ്രവസ്ത്രങ്ങളൊക്കെ ധരിച്ച്, പ്രത്യേകിച്ചും വ്യാഴാഴ്ച ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനസ്വാമി, അതായത് വാമനമൂർത്തി മഹാബലിയെ, അതായത് അസുര ചക്രവർത്തിയായിരുന്ന മഹാബലിയോട് ഭിക്ഷയാചിച്ചതും അത് കഴിഞ്ഞ് പിന്നെ ഭൂമി അളന്നു കൊടുത്തതും ഒക്കെ നമുക്കറിയാം. കഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. അത്തം നക്ഷത്രം, അത്തത്തിൻ്റെ ഭാഗമായി നമ്മൾ വാമനമൂർത്തിയെ പ്രാർത്ഥിക്കുന്നു. വാമനമൂർത്തിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. കാരണം ഭഗവാന്റെ അവതാരങ്ങളും വിശേഷം തന്നെയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനം, പരശുരാമ, ശ്രീരാമ, ബലരാമ, കൽക്കി ശ്രീകൃഷ്ണ കൽക്കി അവതാരം. അപ്പോൾ ഈ 10 അവതാരങ്ങളെക്കുറിച്ചും ഈ എല്ലാ ക്ഷേത്രങ്ങളിലും 10 അവതാരങ്ങളും കളഭം ചാർത്തലുണ്ട്. ഗുരുവായൂർ നമുക്കറിയാം. 10 അവതാരങ്ങൾക്ക് പുറമേ മോഹിനി രൂപവും കൂടി അവതാരമായിട്ട്, മോഹിനി രൂപത്തിൽ കൂടി ഭഗവാനെ അലങ്കരിക്കാറുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനായിട്ട്, ശ്രീരാമൻ്റെ. അപ്പോൾ അതുപോലെ ഈ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ഈ അത്തം നാളിൽ പ്രധാന ഓണത്തോടനുബന്ധിച്ച് ശരിക്കും സദ്യ കൊടുക്കുക. സാധാരണക്കാർക്ക് അത്തം സദ്യ, പൊന്നോണ സദ്യയ്ക്ക് തുല്യമായിട്ട് അത്തം സദ്യ നടത്തും, അന്നദാനം നടത്തും. ഇതൊക്കെ അത്തത്തിൻ്റെ പ്രത്യേകതയാണ്. വെളുത്ത പക്ഷത്തിലെ, ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷം അല്ലെങ്കിൽ ശുക്ലപക്ഷത്തിലെ അത്തം നക്ഷത്രത്തിലാണ് ഓണത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. ഇപ്രാവശ്യം ഓണം കഴിയുന്നത് അത്തറിയാലോ, 5-ാം തീയതി തുടങ്ങിയാൽ 14-ാം തീയതിയോടുകൂടി അങ്ങനെ അത്തവും ഓണവും ആരംഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ അത്തം വ്യാഴാഴ്ചയായതുകൊണ്ട് മഹാവിഷ്ണുവിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാം, ചന്ദന കളർ വസ്ത്രം ധരിച്ചുകൊണ്ട്, പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് എല്ലാവരും, അത്തം എന്ന് പറഞ്ഞാൽ ചന്ദ്രമായുടെ ദിവസം കൂടിയാണ്. ചന്ദ്രമായെ പ്രാർത്ഥിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും, വാമനമൂർത്തിയുടെ അവതാരത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടായിക്കൊണ്ട് ഈ അത്തം ഏറ്റവും ഈ പൊന്നോണത്തെ വരവേൽക്കാനുള്ള ആദ്യപടി എന്നവണ്ണം ഈ ദിവസം എല്ലാവരും നന്നായി ആഘോഷിക്കുവാൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ചെറിയ രീതിയിലെങ്കിലും പൂക്കളം ഇടുന്നവർ തുമ്പക്കുടം വച്ചിട്ടോ ചെറിയ പൂക്കളം ഇട്ടുകൊണ്ട്, അത്തത്തിനാണ് പൂക്കളം തുടങ്ങുന്നത്. കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്. ഇപ്പോൾ പരീക്ഷയുടെ സമയമാണ്. എന്നിരുന്നാൽ പോലും പൂക്കളം ഇടാൻ പറ്റുന്നവർ പൂക്കളം ഇട്ട്, ഇല്ലെങ്കിൽ മനസ്സിലതൊക്കെ ആ ബാല്യകാലങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അത്തം മുതലുള്ള 10 ദിവസവും ആഹ്ലാദത്തിൻ്റെ ദിവസങ്ങളായി വിഷമിച്ചവർ, നഷ്ടപ്പെട്ടവർ, അവരുടെയൊക്കെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്കും ഈ വർഷത്തെ ഓണത്തെ എതിരേൽക്കാം. നന്ദി, നമസ്കാരം.